എന്തെങ്കിലും പറ്റീനാ? ഇല്ല, ഒന്നുമില്ല, സാരമില്ല, വാ പോകാം. എന്തെങ്കിലും പറ്റീനാ? ഒന്നും പറ്റിയിട്ടില്ല. എന്തൊരു ജാടി നോക്ക്. അല്ലെങ്കിലും പണ്ടേ വീത്തയും എടുക്കാനാ. അതങ്ങനെ വീഴുന്ന ടൈപ്പൊന്നും അല്ല മോനെ, കുറച്ച് വിവരമുള്ള കൂട്ടത്തിലാ, ജേർണലിസ്റ്റാ. പോരാത്തതിന് തട്ടത്തും മറിയത്തും ആ മൊഞ്ച് കണ്ട് ഒതുക്കണ്ട മോനെ. വാടാ നമുക്ക് കളിക്കാലോ. ഇന്നിനി ടെൻഷൻ അടിക്കാൻ ഇവനൊരു കാരണം. ഇവന് വരുന്ന പണി കൊണ്ടുവിടുവോ? ഇപ്പൊ തന്നെ ലേറ്റായി, അല്ലേ ഞാനും വന്നേനെ. കേറിക്കോ. ഈ പൈസ വെച്ചോ. ഇവിടെ വരെ മതി. നീ പോയിക്കോ. വേണ്ട, പോയിക്കോ. ഹേയ്, സോറി. എന്തിന്? എല്ലാത്തിനും. ടീച്ചർ എന്നാൽ ചോദിച്ചപ്പോ ഞാൻ നന്ദി പറയാ. ഇനി വെറുതെ എന്തെങ്കിലും പറഞ്ഞൂടേനോ? അത് ഓട്ടോക്കാരന്റെ കെട്ടുകളായാ മതിന്ന് ഞാൻ എങ്ങനെയാ പറയാ? ഈ ഉമ്മക്കൾസിന്റെ ഒരു കാര്യം.
അച്ഛനും ഒരു ഓട്ടോ ഡ്രൈവറാ ടീച്ചറെ. അമ്മക്കുള്ള മരുന്ന് വാങ്ങാൻ പോലും അച്ഛൻ കഷ്ടപ്പെടുമ്പോൾ എന്നെ പഠിപ്പിക്കാനൊന്നും പറ്റൂല ടീച്ചറെ. എനിക്കൊരു ഓട്ടോ ഡ്രൈവർ ആയാൽ മതി. ഹലോ, ഞാൻ ഹാഷിമയാണ്. ഉം. വിനുവിന് നാളെ എന്തെങ്കിലും തിരക്കുണ്ടോ? നാളെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കൊരു ഓട്ടം പോവാനുണ്ട്. ബാക്കിയൊക്കെ നാളെ പറയാം. ഉം. ഓക്കെ? എന്നാ നീ പോയിക്കോ. പെട്ടെന്ന് വരണേ. ആ. ഇനി എങ്ങോട്ടാ? ഇനി സ്റ്റുഡിയോയിലോട്ട്. വിനു എന്താ ഒന്നും മിണ്ടാത്തെ? ഹേയ്, ഒന്നുമില്ല. നമുക്കൊന്ന് ഇവിടെ ഇറങ്ങിയാലോ? ഒന്ന് കൂടെ വരുമോ? എനിക്ക് വിനുവിനോടൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു ജേർണലിസ്റ്റാണ്. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്നുണ്ട്. പക്ഷേ വിനുവിനെ പോലൊരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ പഴയ ഇഷ്ടത്തിൻ്റെ ബാക്കി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നിനക്കെന്തറിയാം എന്നെക്കുറിച്ച്? അച്ഛനില്ലാതായപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ എന്നെ വളർത്തിയത്. അവസാനം അമ്മയും യാത്ര പോലും പറയാതെ പോയപ്പോൾ എല്ലാം അവസാനിച്ചു. സ്വപ്നങ്ങളും പ്രതീക്ഷകളും പഠിപ്പും എല്ലാം. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് നീ പറയുന്നത്. അതൊന്നും നടക്കില്ല. അതൊക്കെ വലിയ പ്രശ്നം. ജാതി മതം നോക്കിയല്ല ഞാൻ സ്നേഹിച്ചത്. അതല്ല, വേറെയും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇത്രയും കാലം മനസ്സിൽ കൊണ്ട് നടന്നിട്ടും ഞാൻ ആരുമല്ലേ? ആരുമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നല്ലൊരു സുഹൃത്ത്. അങ്ങനെ ആയാൽ മതി. ഏയ്, കരയാണോ? നീ രണ്ടും കൽപ്പിച്ച
എന്നാ പിന്നെ എന്തും നേരിടാല്ലേ? ശരിക്കും ഉം. എന്നാ സത്യം ചെയ്യും, എന്നെ വിട്ട് പോകില്ലെന്ന്. ഇനി ഒന്നിനു വേണ്ടി നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. എൻ്റെ ഉള്ളിലെ ഓരോ തുടിപ്പും നീയായിരിക്കും. ഇന്ന് എൻ്റെ ഓരോ ചായ അതെപ്പോഴും അങ്ങനെയാണല്ലോ. ചായക്ക പറഞ്ഞാ പണിയൊന്നുമില്ലല്ലേ? പണിയില്ലല്ലോ. കുറവല്ലേ. ആരാടാ? ഒരു മിനിറ്റ്. ഹലോ, എവിടെയാ? ഞാനിവിടെ ചെറുവാഞ്ചേരി. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് കാണാൻ പറ്റുമോ? എന്താ കാര്യം? അത് നേരിട്ട് പറയാം. ഇന്ന് 4 മണിക്ക് ഞാൻ പാർക്കിൽ വരുന്നുണ്ട്, ഇവന് വരുമോ? എന്താ ഒന്നും മിണ്ടാത്തെ? വരുമോ?
വരാം വരാം വരാം. ആ ഓക്കെ. എന്താടാ പറ്റിയ? എന്തൊരു അസ്വസ്ഥത പോലെ. എടാ എനിക്കെന്തോ ശ്വാസതടസ്സം പോലെ. നീ ഓട്ടോ കയറി. എന്താ ചെയ്യാം ഏട്ടാ, ഇപ്പം വരുന്നേ. അത്രയ്ക്കൊന്നുമില്ലടാ. നമുക്ക് എന്താ കാണിച്ചോ, നീ കയറി. ഒന്നും തുറന്ന് പറയുകയും ചെയ്യില്ല. വിനു, ഇപ്പം പ്രശ്നം തോന്നില്ലല്ലോ? ഇല്ല സാർ. ഗുഡ്. ഓക്കെ. 1-2 ടെസ്റ്റുകൾ എടുത്തിരുന്നു. അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. മിസ്റ്റർ വിനു, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ രണ്ടാളും ശ്രദ്ധിച്ച് കേൾക്കണം. വിനുവിന് ചെറിയൊരു അസുഖമുണ്ട്. വിനുവിൻ്റെ ഹാർട്ട് ചെറുതായിട്ട് വീക്കാണ്. പേടിക്കാനൊന്നുമില്ല. നമുക്ക് ചികിത്സിച്ച് ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ? നിങ്ങൾ എത്രയും പെട്ടെന്നൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണിക്കണം. വിനുവിൻ്റെ സ്ഥിതി അല്പം ഗുരുതരമാണ്. സാറ് പറഞ്ഞു വരുന്നത് നിങ്ങളൊരു ഡോണറെ കണ്ടെത്തണം. നിങ്ങളെപ്പോലുള്ളവർ വിചാരിച്ച പല വഴിയും ശ്രമിക്കാം. പിന്നെ ബാക്കിയൊക്കെ എടാ വിനു, ഓട് ഒരുപാട് തവണ വിളിച്ചിരുന്നു. ഞാൻ ഫോൺ എടുത്തില്ല. ഇക്കാര്യം ഞാനും നീയുമല്ലാതെ മറ്റാരും അറിയണ്ട, പ്രത്യേകിച്ച് അവൾ. ഇതാ ഓളാ. എവിടായിരുന്നു ഇതുവരെ? എന്നെ പറ്റി വല്ല വിചാരമുണ്ടോ? പാർക്കിൽ ഞാൻ എത്ര സമയം കാത്തിരുന്നു എന്നറിയോ? ഇനി എന്നോട് മിണ്ടണ്ട, കാണുകയും വേണ്ട. എങ്ങോട്ടാനീ തിടുക്കം നീ പേടി
പേടിയാവില്ലേ കൂട്ടിൽ ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിൽ ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. നീ എവിടെയായിരുന്നു? നീ എവിടെയല്ല അന്വേഷിച്ചു? നീ എൻ്റെ ഫോൺ വിളിച്ചെടുക്കാത്ത? അതിനെ ഒരാഴ്ചയായിട്ട് നീ വിളിക്കുന്നില്ല കാണുന്നില്ല പറഞ്ഞിട്ട് ഓൾ ഒരേ കരച്ചായിരുന്നു. ഓക്കെന്നോടൊന്നും പറയണ്ടായിരുന്നു. എനിക്കെന്താ പറ്റിയേ? നിനക്കറിയില്ലേ എന്താ പറ്റിയെന്ന്? ഓ ഇതും തുടങ്ങിയ? ഇനി കുടിച്ചാലെന്ത് കുടിച്ചില്ലെങ്കിലെന്ത്, വിനുവിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടടാ. എനിക്കെല്ലാം ആദ്യം അറിയായിരുന്നു. നീ നെട്ടോട്ടോടുന്നത് എന്തിനാണെന്നും എനിക്കറിയാം. അവളാ ഇന്ന് ഞാനെല്ലാം അവസാനിപ്പിക്കും. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? എനിക്ക് നിന്നെ കാണണം. എന്തിനാ കാണുന്നേ? ഒരേ സമയം എത്ര പേരെ സ്നേഹിക്കുന്നുണ്ട് നീ? നിനക്കൊക്കെ സ്നേഹിക്കാൻ ഒരാൾ, കൂടെ കൊണ്ടു നടക്കാൻ വേറൊരാൾ, ഒരുമിച്ച് ജീവിക്കാൻ മറ്റൊരാൾ. എനിക്ക് വെറുപ്പാണ് നിന്നെ. ഇനി എന്റെ കൺമുന്നിൽ പോലും കണ്ടുപോകരുത്. സോറിടാ. നിനക്കറിയോ, അവളെൻ്റെ ജീവനാടാ. ഇതിനുള്ളിലെ ഓരോ തുടിപ്പും അവളാ. പക്ഷേ ആ തുടിപ്പിനധികം ആയുസില്ലല്ലോ. ഞാനില്ലാതായ നീ അവളോട് പറയണം, ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. വിനു ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. വിനു ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നലെ ഇവിടെ മാറ്റിയതേ ഉള്ളൂ. നഷ്ടപ്പെട്ടു എന്ന് കരുതിയതെല്ലാം വിനുവിന് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ബാക്കിയൊക്കെ കൂട്ടുകാർ പറഞ്ഞു തരും. The number you're calling is currently switched off.
പ്ലീസ് ട്രൈ ലേറ്റർ. താങ്കൾ വിളിക്കുന്ന വ്യക്തി നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദയവായി അല്പനേരം കഴിഞ്ഞ് വീണ്ടും വിളിക്കുക. ജിസ് നമ്പർ സെ ആപ് സമ്പർക്ക് കർനാ ചാഹത്തെ ഹൈ വോ. ഇനി വിനി വിളിച്ച അവൾ കേൾക്കില്ല, അറിയുമില്ല. അവസാനമായി അവളെ വിളിച്ച ദിവസം ആ ഷോക്കിൽ അവൾ വീഴായിരുന്നു. കട്ടിൽ തലയടിച്ച വീണത്. ഈ ഹോസ്പിറ്റലാണ് ഓളെയും കൊണ്ടുവന്നത്. അപ്പോഴേക്കും മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. പോയല്ലേ, എന്നെ തനിച്ചാക്കിയിട്ട് പോയല്ലേ. പിന്നെ ഞാനെന്തിനാടാ? ഓള് നമ്മളെല്ലാം വിട്ടുപോയി. പക്ഷേ നിന്നെ വിട്ടവളെങ്ങും പോയിട്ടില്ലടാ. എൻ്റെ ഉള്ളിലെ ഓരോ തുടിപ്പും ഓളോടൊരു ഹൃദയ നിൻ്റെ ജീവൻ തിരിച്ചു വന്നത്. ആ ഓട്ടോക്കാരൻ ചെക്കനെ പുണ്യം കിട്ടാനല്ല അവളെ അങ്ങ് തീർത്ത് കളഞ്ഞത്. ഹാർട്ടേ അവന് കൊടുത്തുള്ളൂ, ബാക്കിയെല്ലാം. ഹൗ മച്ച്? കൂടുതലൊന്നും സംസാരിക്കണ്ട. എത്രന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. തന്നിരിക്കും. ആ എത്തിയോ? ഇവൻ പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ അവനെയും ഞാൻ തീർത്ത് കളഞ്ഞേനെ. കൂടെ നിൽക്കുന്നവനെ ചതിക്കാൻ പാടില്ലല്ലോ. അത് ശരിയാ സാറേ, കൂടെ നിൽക്കുന്നവനെ ചതിക്കാൻ പാടില്ലല്ലോ. നിന്നോടാരുടെ പറഞ്ഞത് ഞാൻ നിന്റെ കൂടെയാണെന്ന്? ഈ കളി ഞാൻ കളിച്ചില്ലെങ്കിൽ നീ വിനുവിനെയും കൊല്ലുമെന്ന് എനിക്കറിയായിരുന്നു. ഇതൊന്നും അവനറിയില്ല, അറിയിക്കുകയില്ല. അപ്പൊ കഥ അങ്ങനെയാണല്ലേ? നിനക്ക് ഞാൻ വേറൊരു കഥ പറഞ്ഞു തരാം. അവളെ പൂട്ടിയത് അവയവ കച്ചവടത്തിന് മാത്രമല്ല, അവളുടെ ജേർണലിസം എണ്ണ മയക്കുമരുന്ന് കച്ചവടത്തിലും കയറിയാണ് പറ്റി. മാഫിയ പിടിമുറുക്കിയ ക്യാമ്പസുകൾ, ആഡംബര ബൈക്കുകൾ നൽകി വിദ്യാർത്ഥികളായ യുവാക്കളെ ആകർഷിച്ച് മയക്കുമരുന്ന് മാഫിയ. ഈ അടുത്ത കാലത്ത് അപകടത്തിൽപ്പെട്ട ബൈക്കുകളിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിന് പിന്നാലെ ഞങ്ങൾ നടത്തിയ അന്വേഷണം കോടികളുടെ കച്ചവടത്തിന്റെ ചുരുളഴിയുന്നു മീഡിയ ഫോർട്ട് ഇൻവെസ്റ്റിഗേഷൻ. അവൾ നമ്മളിൽ എത്തുന്നതിന് മുമ്പ് അവളെ നമ്മൾ അങ്ങ് എത്തിച്ചു. ഇനി നീ ഞങ്ങൾക്കെതിരാണെങ്കിൽ ഒരു സർജിക്കൽ ബ്ലേഡ് മതി നിന്നെ അങ്ങ് തീർക്കാൻ.
അതിനു മുമ്പ് നിങ്ങളെ തീർക്കാനാടാ ഇവിടെ വന്നത്. എൻ്റെ ഉള്ളിലെ ഓരോ തുടിപ്പും നീയായിരിക്കും. അവയവം ദാനം ചെയ്യലൊക്കെ നമ്മൾ മരിച്ചാലല്ലേ. എനിക്ക് മരിക്കണ്ട, എന്റെ വിനുവിന്റെ കൂടെ കുറേ കാലം ജീവിക്കണം. എടി, നമ്മളില്ലാതായാലും നമ്മളെക്കുറിച്ച് ഓർക്കുന്ന നല്ലതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇവിടെ ബാക്കിയുണ്ടാവുമ്പോൾ നമ്മളിവിടെ ജീവിച്ചു എന്നതിന് ഒരർത്ഥം ഉണ്ടാവുന്നത്.